ശിഷ്യൻ ഞങ്ങൾ ഉസ്താദിനെ ബഹുമാനിക്കണമെന്ന് ശംസുൽമയുടെ പഠിപ്പിക്കുകയാണ്. ഉസ്താദിനെ ധിക്കരിക്കുന്ന മഹാനായ കണ്ണീർ ഉസ്താദ് സമസ്ത രൂപീകരിക്കുമ്പോൾ വരക്കൽ തങ്ങളോടൊപ്പം രൂപീകരണ കൺവെൻഷനിൽ പങ്കെടുത്ത മഹാനായ കണ്ണീർ ഉസ്താദ് സമസ്തത്തിന് നായകത്വം നൽകി 30 വർഷം കഴിഞ്ഞിട്ട് സമസ്തയിലേക്ക് കയറി വന്ന ശിഷ്യൻ ആ ഉസ്താദിനെ പിടിച്ച് പുറപ്പെട്ടുകൊണ്ട് പ്രസിഡന്റാണ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും മുസ്ലിം കേരളത്തിന് അനുവദിക്കാൻ കഴിയില്ല എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായി ശംസുലമ സമസ്തയുടെ സെക്രട്ടറി ആയിക്കൊണ്ട് ആ ശംസുലമ ശിഷ്യന്റെ ശിഷ്യനായവർക്കൻ വന്നിട്ട് ശംസുലമയെ പുറത്താക്കിക്കൊണ്ട് ഞാൻ സംസ്ഥാന സെക്രട്ടറിയായി എന്ന് പറഞ്ഞാൽ അവരെ കേരളത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമുദായം എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഉസ്താദിനെ എങ്ങനെ ആദരിക്കണം എന്ന് പഠിപ്പിച്ച ശംസുലമ എഴുന്നേറ്റുന്നു. ബഹുമാനപ്പെട്ട കള്ളി ഉസ്താദ് കയറി വരുമ്പോൾ തന്നെ എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മഗ്‌രിബിന്റെ സമയമായി കൂടെയുള്ളവർ ഗ്ലാസ് ഓർലിസ്റ്റ് കൊടുത്തു, ഇത് കുടിച്ചോ എന്ന് പറഞ്ഞു. ഓർലിസ്റ്റ് കുടിച്ചോ ഇതിനെ പറയൂ എനിക്ക് കുലുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. വായു വെള്ളം കുപ്പിക്കണമെന്നാണ് ആ പറഞ്ഞത്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ബഹുമാനപ്പെട്ട ശംസുലമ അടുത്തോട്ട് കുത്താൻ നോക്കിയപ്പോൾ അവിടെ ലോഡ്ജ് റൂമിന്റെ ബെഡാണുള്ളത്. വലത് ഭാഗത്ത് ടോയ്ലറ്റിന്റെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കുത്തിയാൽ മതി. പക്ഷേ കുത്തിയില്ല. കഴുത്ത് പടഞ്ഞ് ക്ഷീണിതനായി കണ്ടിട്ട് അങ്ങനെ പിടിച്ചു നിന്നു. ശരീരത്തിൽ പറഞ്ഞു എന്നെ പിടിച്ചു തിരിച്ചാലേ നിർവാഹമുള്ളൂ. കൂടെയുള്ളവരൊക്കെ പിടിച്ചു കൂട്ടത്തിൽ ഞാനും പിടിച്ചു. ഉസ്താദെ പിടിച്ചങ്ങനെ തിരിച്ച് വലത് ഭാഗത്തേക്ക് കുത്താനുള്ള സൗകര്യമായപ്പോൾ മാത്രം വായുള്ള വെള്ളം പുറത്തേക്ക് കുത്തിയ അറിഞ്ഞുകൊണ്ട് എനിക്ക് രാഷ്ട്രം പോലും ചെയ്യാത്ത മഹാനായ കണ്ണീർ ഉസ്താദിന്റെ വ്യക്തിസിദ്ധി, ആദർശസിദ്ധി അത് നിലനിർത്തുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ. എത്ര നേതാക്കളുടെ കഥകളാണ് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒന്നിരായ ഉസ്താദന്മാർ സമസ്തയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കുഗ്രാമങ്ങളിൽ ഇറങ്ങി നടന്ന് പള്ളിയും മദ്രസയും ഒക്കെ സ്ഥാപിച്ചു കൊണ്ടുവരുമ്പോൾ ഇന്നിവരുടെ അഖിലേന്ത്യാ നേതാവ് എന്ന് പറയുന്ന വ്യക്തി അന്ന് സമസ്തയെ പൊളിക്കാനുള്ള അഖില കേരള ജമിയത്തുലമയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സമസ്തയുടെ നേതാക്കൾക്കെതിരെ തെളിയെഴുതുന്ന അൽ ജമിയത്ത് പത്രത്തിന്റെ പത്രാധിപരമായി പ്രവർത്തിക്കുകയായിരുന്നു. ഇവരൊക്കെ കുഗ്രാമങ്ങളിൽ ഇറങ്ങി നടന്ന് പള്ളിയും മദ്രസയും മഹല്ലത്തുകളും ഉണ്ടാക്കുമ്പോൾ സമസ്തയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തി അദ്ദേഹം അഖില പൊളിഞ്ഞുപോയി. കുറ്റിച്ചിറയെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാലക്കാട് ഭൂക്കോയത്തങ്ങൾ അഖിലയും കുതിരയും വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ നേതാക്കളുടെ ദീർഘദൃഷ്ടിയുള്ള ഇടപെടൽ കാരണം അഖില ഇല്ലാതെയായപ്പോൾ അത് തിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത വിധം തകർന്നു പോയപ്പോൾ തന്ത്രപരമായിക്കൊണ്ട് 974 സമസ്തയിലേക്ക് കയറി വന്നതിന് ശേഷം സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്? വിശ്വാസരായ ആലിമീങ്ങളെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്? മഹാനായ ശംസുലമ രോഗിയായ ശ്രീകരായ ശംസുലമെ സ്വന്തം ഓഫീസിൽ വെച്ച് ഉപയോഗിച്ചിട്ട് മൂത്രമൊഴിക്കാൻ പോലീസിന്റെ സഹായം തേടേണ്ടി വന്നു. ഞാൻ ഓർത്തു പോവുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഹാമിൽ ലിബ്ൻ എന്ന് പറയുന്ന വർഷം തന്റെ മൂത്താപ്പൻ മരിച്ചുപോയി, ഉമ്മ ഭാര്യയും മരിച്ചുപോയി, ഖദീജയും മരിച്ചുപോയി. എല്ലാവരും ആഘോഷിച്ചു. മുഹമ്മദിനെ എവിടെ വന്നാലും എവിടെ കണ്ടാലും കൊല്ലാമെന്ന് പറഞ്ഞ് ആഘോഷിച്ചപ്പോൾ തായിഫിൽ പോയി സഹായം അഭ്യർത്ഥിച്ചു നോക്കി. തായിഫുകാരെ മാറ്റി ഓടിച്ചു. അങ്ങാടി പിള്ളേരെ വിട്ട് തള്ളൽ തമ്മാടി എന്ന് പറഞ്ഞ് അടിച്ചോടിച്ചു വിട്ടപ്പോൾ ഉത്തമത്തിന്റെയും സൈബത്തിന്റെയും മുൻപിൽ വേണ്ടി തോട്ടത്തിലിരുന്നുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ ചെയ്തൊരു തോന്നുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ കണക്കുകൂട്ടുകളും തെറ്റിയിരിക്കുകയാണ്. എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ സ്വീകരിക്കാൻ ആരുമില്ല. ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പോയപ്പോൾ അള്ളാഹു ഇസ്ലാം മിറാജും അവരുള്ളതിന്റെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നമ്മളെ വെച്ചുകൊണ്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ചെടുത്ത് സംഘടനയുടെ കൊണ്ടുവന്ന മക്കൾ അവരുടെ പ്രയോജനം ഏർപ്പെടുത്തിയിട്ട് മൂത്രയിട്ടാൻ കഴിയാമെന്ന് വിശ്വസിച്ചപ്പോൾ അന്ന് ചെയ്തൊരു ബോധമുണ്ടല്ലോ. ആ ബോധം സ്ഥിരമാണ് എസ്മയത്തും സമസ്തയുടെ മക്കൾ സജീവമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അന്ന് പാലപ്പറ്റയിലെ സമ്മേളനം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് വികടിത നാടകം അഭിനയിച്ചു. അങ്ങനെ സമ്മേളനം നടത്താതെ പോയി. അതൊരു നാടകമായിരുന്നു. ഞാനന്ന് സജീവ സുഖത്തിന്റെ പ്രവർത്തകനായിരുന്നു. ആ സമ്മേളനത്തിന്റെ കൺവെൻഷൻ വിളിച്ചു ചേർത്തപ്പോൾ അവിടെ വെച്ചുകൊണ്ട് അവർ പറഞ്ഞത് സമ്മേളനം നടന്നാലും മടുങ്ങിയാൽ നമുക്കാണ് വിജയം. സമ്മേളനം നടന്നാൽ നമുക്ക് നടത്തി എന്ന് പറയാം, മടുങ്ങിയാൽ നമുക്കത് ലീഗിനെതിരെ വോട്ടാക്കാമെന്ന് പരസ്യമായി പറഞ്ഞതാണ്. അങ്ങനെ ആ സമ്മേളനം നടക്കാതെ അരീക്കോട് വെച്ച് സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട തോറ്റകനായ ഉസ്താദ് കിട്ടാവുന്ന വണ്ടിയും ജീപ്പിലും ലോറിയിലും ഒക്കെ കയറി വൈകി വന്നു. എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. ഉസ്താദിനെ പ്രസംഗിക്കാൻ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഇവിടെ നടന്ന എന്താണെന്ന് എനിക്കറിയില്ല, ഈ അരീക്കോട് സമ്മേളനം നടത്താനുള്ള സാഹചര്യത്തെ കുറിച്ച് എനിക്കറിയില്ല. ഉടനെ മൈസൂരിൽ നിന്നുകൊണ്ടൊരുത്തൻ
ശിഷ്യൻ, ഒരു എസ്എസ്എഫിന്റെ നേതാവ്, എനിക്കറിയില്ലടാ, എന്നെ പഠിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട എതിർത്താവ് അവിടെ നിന്നൊരിക്കൽ കണ്ണുനീര്, ആ കണ്ണുനീരിന്റെ ഉത്തരം സമസ്ത സജീവമായിരിക്കുകയാണ്. സമസ്തക്ക് പ്രവർത്തിയില്ലാത്ത കാലം ഗൾഫിൽ പോയിക്കൊണ്ട് പൈസയുടെ പണം വാങ്ങിക്കൊണ്ട് മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വർഷം 3000 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുവെന്നും 10,000 ടീമുകളെ കേരളത്തിലെ കഷ്ടപ്പാടനുഭവിക്കുന്ന പെൺകുട്ടികളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന വീടില്ലാത്തവർക്കൊക്കെ വീട് കൊടുത്ത് മക്കളെ കെട്ടിച്ചു കൊടുത്തുകൊണ്ട് കുറെ ആളുകളെ കൊലപ്പെടുത്തുകയും നിർത്തിക്കൊണ്ട് സംസ്ഥയുടെ ജീവിതത്തെ തുലയേറാൻ തിരിഞ്ഞപ്പോൾ അവരെ തൂക്കുപിടിക്കാൻ തിരിഞ്ഞപ്പോൾ മഹാനായ കേട്ടമലസ്ഥാനം ഈ സംസ്ഥയെ ഉണ്ടാക്കിയ നേതാവിന്റെ പേരെടുക്കൽ പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ ജാമ്യയിലെ കുട്ടികൾ വരെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട തോട്ടമുസ്താദ് സങ്കല്പയോടുകൂടി പറയും അബൂബക്കർ എന്നുപോലും നിങ്ങൾ പറയാൻ മടിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട തോട്ടമുസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നവരെന്ന് പറയാൻ തുടങ്ങി. അവരുടെ നേതാവിന്റെ തീരുമാനമില്ലാതെ അള്ളാഹു പോലും ഒരു വിധി പറയില്ല എന്ന് അനുയായികൾ പറയുന്നുണ്ടെങ്കിൽ അന്ന് വലിയായ തോട്ടമുസ്താദ് പറഞ്ഞതാണ് അള്ളാഹു അബൂബക്കർ എന്ന് പോലും നിങ്ങൾ പറയാൻ മടിക്കില്ല എന്ന്. അങ്ങനെ തോട്ടമുസ്താദിനെ വേദനിപ്പിച്ചവർ ബഹുമാനപ്പെട്ട KV ഉസ്താദിനെ പരസ്യമായി തൂക്കുവിളിച്ചുകൊണ്ട് കല്ലെറിഞ്ഞവർ, അങ്ങനെയുള്ളവരെ മുഴുവൻ പിടിച്ചുകെട്ടാൻ സമസ്തയുടെ മക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുടെ ദുആയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളെ ഓടിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇത്ര പോകുമ്പോൾ ഹബീബിനെ സഹായിക്കാൻ ആരുമില്ല. ഒരൊട്ടകപ്പുറത്ത് ഹബീബുണ്ട്, മറ്റൊരൊട്ടകപ്പുറത്ത് സിദ്ദീഖുണ്ട്, ഒരു വഴികാട്ടിയുമുണ്ട്. മുമ്പോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് പേടിച്ചുകൊണ്ട് ജീവനും കൊണ്ട് മദീനയിലേക്ക് വിതരമായ റസൂലുള്ള 10,000-ഓളം വരുന്ന സഹാബാക്കളോടൊപ്പം മക്കഫത്തിന് വേണ്ടി തിരിച്ചു വന്നപ്പോൾ പുറത്തോട്ട് നോക്കിയാലും മുമ്പോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും ആയിരക്കണക്കിന് സഹാബാക്കളോടുകൂടി മക്കയിലേക്ക് തിരിച്ചു വന്ന റസൂലുള്ള ഒരിക്കലും അത് അഹങ്കരിച്ചില്ല. അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് മുഴുവനും നിങ്ങൾ മുഴുവനും സ്വതന്ത്രരാണ്, ഒരു പ്രതികാരം ഇവിടെ ഇല്ല എന്ന് അന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പൈതൃകം, ആ പാരമ്പര്യം നിലനിർത്തുന്ന സമസ്തയുടെ നിങ്ങൾ പറയുന്നു, തല്ലെറിഞ്ഞവരെ, സംസലിനെ ബുദ്ധിമുട്ടിച്ചവരെ, നേതാക്കളെ കയറ്റിയവരെ, അന്തുമുൾപ്പിഴഹാൾ, നിങ്ങൾ സത്യമായ മാർഗത്തിലേക്ക് വരൂ, നിങ്ങൾ സ്വതന്ത്രരാണ്, തറവാട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ അവരെ കൂടെയുള്ള അവരെ മുക്തിമാര് വന്നു, താലിമാര് വന്നു, വലിയ വലിയ സംസ്ഥാന നേതാക്കൾ വന്നു, സക്കാസുമാർ വന്നു. ഞാൻ പറഞ്ഞില്ലേ, കള്ളത്തരം പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു സ്ഥാപനം, എന്നോട് ശ്രമിക്കണം, ഞാനൊരു സ്ഥാപനത്തിന് വേണ്ടി സമയം തീർന്നുപോയി നിർത്തുകയാണ്. ഞാനൊരു സ്ഥാപനത്തിന് വേണ്ടി ദാമോദായത്തിലേക്ക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അതിന്റെ പ്രവർത്തനത്തിന് പിരിവിന് വേണ്ടി UAE-യിലേക്ക് അതിന്റെ ഓർഗനൈസറായി പറഞ്ഞയക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റ് അൻവറുസ്ഥാനും അതിന്റെ സെക്രട്ടറി ബാപ്പുട്ടിയാക്കി അന്നോട് നിർദ്ദേശം തന്നു, നിങ്ങൾ UAE-യിൽ പോയിക്കൊണ്ട് ദാമോദർ വലിയ ഉഷാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടുള്ള പൈസ ഇങ്ങോട്ട് പിരിച്ചു കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്നാൽ ഇവിടെ 12 കൊല്ലം നിർദ്ദേശികളായ മക്കളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ വിശ്വസ്തമായി ഏൽപ്പിച്ചതാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന കാശിൽ ഹറാമോ സുബഹത്തോ ഉണ്ടെങ്കിൽ ആ പണം തിന്നാൻ കൊടുത്തു ഈ നമ്മൾ വളർത്തിയാൽ ആ രക്ഷിതാക്കളെ വഞ്ചിക്കലാകും. അങ്ങനെയുള്ള മക്കൾ സമുദായത്തിനോ ദീനിനോ ഉപകരിച്ചില്ല, അങ്ങനെയുള്ള പണം കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സൂക്ഷ്മതയിൽ വളർത്തിയുണ്ടാക്കിയ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു അബ്ദുൽ നൂർ എന്ന് പറയുന്നത് ഹുലമിൽ നിന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അമേരിക്ക പോലെയുള്ള വൻ രാജ്യങ്ങളിലെ വിദഗ്ധന്മാരുടെ അവർ നടത്തുന്ന ഡിക്ഷണറിയിലെ തെറ്റുകൾ തിരുത്തിയെങ്കിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കിയ സ്ഥാപനത്തിലെ ഒരു അബ്ദുൽ നൂർ ഇന്ത്യയുടെ ഓർഗനൈസറാണെന്ന് പറഞ്ഞുകൊണ്ട് 2 ശിഷ്യനാണെന്ന് പറഞ്ഞ് കൊണ്ടുനടന്ന അബ്ദുൽ നൂർ സ്വന്തം അനുയായികളുടെ കോടികൾ മുക്കിക്കൊണ്ട് സ്വന്തം അനുയായികളുടെ കണ്ണീര് കുടിക്കുമ്പോൾ എനിക്ക് ബുദ്ധിഭവം അറിയില്ല, അബ്ദുൽ നൂർ അറിയില്ലെന്ന് നേതാവ് പറയുന്നെങ്കിൽ ഈ 2 സ്ഥാപനം തമ്മിലുള്ള വ്യത്യാസമാണിത്. മാത്രമല്ല ഇന്ന് ആ ബഹുമാനപ്പെട്ട UAE-യിലൊക്കെയുള്ള തമാശ എന്താണെന്നോ, സക്കാഫി വേഗം പെട്രോൾ അടിക്ക്, സ്ഥാപനത്തിൽ നിന്ന് പെട്രോൾ പമ്പിലേക്കാണ് നേതാവ് സക്കാഫികളൊക്കെ പറഞ്ഞയച്ചത്. അവിടെയുള്ള തമാശ എന്താണ്, സക്കാഫി വേഗം പെട്രോൾ അടിക്ക്, ഉടവിക്ക് നാട്ടിലേക്ക് പോകാനുണ്ട്, 10,000 കാത്തിരിക്കുന്ന യോഗത്തിൽ പ്രസംഗിക്കാൻ ഫ്ലൈറ്റിന്റെ സമയമായിട്ടുണ്ട്, സക്കാഫി പെട്ടെന്ന് അന്വേഷിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സമസ്ത അജയ്യമാണ്, അത് ഭൗതിക രംഗത്തും എല്ലാ രംഗത്തും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ കൂടി സമസ്ത ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇവിടെ നിസ്വാർത്ഥരായ നിസ്സംഗരായ മഹല്ലമാരായവർക്ക് പറയാനുള്ളത്, ഈ റസൂലിന്റെ പേരിൽ മുടിക്കച്ചവടം നടത്തുന്ന ഈ ഭാഗമില്ല നിങ്ങളുടെ മഴയിൽ കയറിയിരിക്കുന്നു. സോളമാനുസിന് റസൂലിനെ കുറിച്ച് മോശമായ വിശേഷണം പറഞ്ഞപ്പോൾ ആ സോളമാനുസിയുടെ പുസ്തകം 5 എന്ന് പറഞ്ഞ ഇന്ത്യ
ജീവിക്കുന്നത്. ആ ഹബീബിന്റെ പേരിൽ ഒരു മുടി, റസൂലുള്ളാഹിയുടെ മുടി എന്ന് പറഞ്ഞ് അവർക്ക് വേഗമായ റാത്തി സൃഷ്ടിച്ച ഇവർക്കിനി മാപ്പില്ല. അവരെ ഇതാ അറബിക്കോട് കടലിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി സുന്നി കേരളം